നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നു NDA. എനിക്കൊന്ന് ഫുൾ കാർഡുകളെല്ലാം തന്നെ നമുക്ക് അതിൽ തന്നെ നിർത്താം. തലസ്ഥാനം NDA പിടിക്കുന്നു എന്നുള്ളതാണ്. ഇനിയാണ് എന്റെ ഷോ. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണ് നമുക്ക് ഇപ്പോൾ AKG സെന്ററിന്റെ മുൻവശത്ത് കാണാൻ കഴിയുന്നത്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതുപോലെ തന്നെ LDF കൺവീനർ TP രാമകൃഷ്ണനൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? താമര വിരിയുന്നു തലസ്ഥാനത്ത്, ചെങ്കോട്ടകൾ തകരുന്നു. തലസ്ഥാനം ഇനി താമര സ്ഥാനമാണ്. തലസ്ഥാനത്തെ ഇനി എല്ലാ പരിപാടിയിലും BJP-യുടെ മേയർ ഉണ്ടാകും. ആ മേയർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരുന്നത് കാണാൻ കാത്തിരിക്കാം. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? അതിൽ ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. അതിന്റെ പേര് ഇതുമാതിരി പിറപ്പ് പണിയെന്ന് പറയും. ചാപ്പാട് കഴിച്ചാലേ നിങ്ങൾ എനിക്കൊരു ചായ മേടിച്ചു തന്നാൽ അതിനൊരു മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കണ്ടേ? മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം, മരക്കഴുത. ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആരുമില്ല എന്നുള്ളതാണ്. ആളനക്കമില്ലാതെ AKG സെന്റർ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ ഒരു കൃത്യമായ ഒരു ചിത്രം, അതിന്റെ ഒരു കൃത്യമായ ഒരു സിമ്പലായി തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ AKG സെന്ററിന്റെ ഈ ദൃശ്യങ്ങളെ കാണാം. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ജനങ്ങൾ പറ്റിക്കാൻ നോക്കിയപ്പോ ജനങ്ങൾ നല്ല വൃത്തിയായി പിണറായിനെ പറ്റിച്ചു. അതാണ് ഉണ്ടായത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. എന്താണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്? UDF-ന്റെ വലിയ ജനം യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. UDF-ന്റെ വലിയ തിരിച്ചുവരവാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും ഇടത് കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് UDF-ന്റെ തേരോട്ടം എന്ന് പറയുന്നത്. തോറ്റപ്പോഴും ധൈര്യമായി മുണ്ടും മടക്കി കുത്തി നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ.